അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ, 7 മീറ്റർ ഉയരമുള്ള മതിലുകൾ, 1.5 മീറ്ററുള്ള ഇലക്ട്രിക് ഫെൻസിംഗ്, മുഴുവൻ സമയം CCTV നിരീക്ഷണം. അവിടെ നിന്നും ഒരു തടവ് പുള്ളിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതും ഒറ്റക്കയ്യനായ ഒരു കൊടും കുറ്റവാളിക്ക്. സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ്. എങ്ങനെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്? ആരാണ് രക്ഷപ്പെടാൻ അയാൾക്ക് സഹായം നൽകിയത്? ഗോവിന്ദചാമി ജയിൽ ചാടിയതറിഞ്ഞ് പോലീസും നാട്ടുകാരും വലവിരിച്ച് തിരച്ചിൽ നടത്തിയ മണിക്കൂറുകൾ. പുലർച്ചെ 1 മണി മുതൽ രാവിലെ 11 മണി വരെ നടന്ന നാടകീയ സംഭവങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവിൽ. ഗോവിന്ദചാമി രക്ഷപ്പെട്ട വഴികളിലൂടെ ഞങ്ങളുടെ പ്രതിനിധികളായ KV ബൈജുവും സുമേഷ് മോറാടിയും തത്സമയ വിവരണവുമായി ചേരും. ഇതോടൊപ്പം സൗമ്യയുടെ അമ്മ സുമതിയും സ്പോട്ട് ലൈവിൽ ചേരുന്നുണ്ട്. ആദ്യം KV ബൈജുവിലേക്കാണ്. ബൈജു, 11 മണിക്കൂറോളം നീണ്ട നാടകീയ സംഭവങ്ങൾ, വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ വീഴ്ച ഗോവിന്ദചാമി ജയിൽ ചാടിയതിന് പിന്നിലുണ്ട് എന്ന വിമർശനമുയരുന്നു. ആരാണ് ഇയാളെ സഹായിച്ചത്? ജയിൽ അധികൃതരുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അതിനു മുൻപ് ഇന്ന് പുലർച്ചെ 1 മണി മുതൽ 11 മണി വരെ, അതായത് ഗോവിന്ദചാമിയെ പിടികൂടിയ ആ മണിക്കൂറുകൾ വരെയും, അതായത് കേരളത്തെ മലയാളികളെ മുൾമുനയിൽ നിർത്തിയ ഒരു സമയമാണത്. കാരണം ഒരു കൊടും കുറ്റവാളി, ഒരു പ്രത്യേക ലൈംഗിക വൈകൃതമുള്ള വ്യക്തി, അയാൾ പുറത്തിറങ്ങുന്നത് സ്ത്രീകളെ സംബന്ധിച്ച്, പെൺകുട്ടികളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. എങ്ങനെയാണ് ബൈജു ഇപ്പോൾ നിൽക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഗോവിന്ദചാമിയെ പിടികൂടിയ സ്ഥലത്താണെന്നാണ്. എങ്ങനെയാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് ബൈജു? അതെ ടോമേ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കൊടും കുറ്റവാളിയെ പിടികൂടിയ ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ്. അതിനു മുമ്പ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ഈ ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നതിൽ ഒരു സംശയവുമില്ല. പ്രധാനമായും ഇയാളുടെ ഫോട്ടോ, നമുക്ക് പുറത്തുവിട്ട ഒരു ഫോട്ടോ ഉണ്ട്. ഇയാളെ കണ്ടുകിട്ടുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ്, ആ ഫോട്ടോയും ഇയാളെ പിടികൂടിയപ്പോഴുണ്ടായ രൂപവും, അത് രണ്ടും ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് രണ്ടും തമ്മിലുള്ളത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഇവിടെ ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. അയാൾ ഇയാളെ കണ്ടെത്തുകയും എടാ ഗോവിന്ദചാമി എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തതോടുകൂടിയാണ് ഈ സ്ഥലത്തേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം, ടോമെ, നമുക്ക് ആ സ്ഥലം, ഇയാളെ ഏറ്റവും ഒടുവിൽ പിടികൂടിയ ആ കിണറിന്റെ സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കിണറിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ഇതിന്റെ ഈ അരികിൽ പിടിച്ചു നിൽക്കുന്ന രീതിയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും ഇയാൾ ഇതിന് തൊട്ട് സമീപത്തെ ഒരു കെട്ടിടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ തത്സമയം തന്നെ ആ കെട്ടിടം നമ്മൾ നേരത്തെ പ്രേക്ഷകർക്കൊക്കെ എത്തിച്ചതാണ്. അത് ഈ മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാം, ഇതിന്റെ മുകളിലാണ് ആ കെട്ടിടമുള്ളത്. ഈ കെട്ടിടത്തിൽ നിന്നും അവിടെ ഇയാളെ പിടികൂടുമെന്ന് ഉറപ്പായപ്പോൾ ഈ മതിൽ വഴി ഈ താഴേക്ക് ചാടുകയാണ്. ഏകദേശം സെൻട്രൽ ജയിലിനെ പോലുള്ള വലിയൊരു മതിലാണ് ഇതും. ഇത് വളരെ നിഷ്പ്രയാസം ഇയാൾ ചാടുന്നു. അതിനുശേഷം ഈ സമീപത്ത് കാണുന്ന ഈ കിണറിലേക്ക് ഇയാൾ, ഈ പടവിനാണ് ഇയാൾ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നത്. ഈ കൃത്യമായി ഈ കിണറിന്റെ പടവിൽ ഇയാൾ പിടിച്ചു നിൽക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുന്നാണ് ഇയാളെ പോലീസും ഒപ്പം നാട്ടുകാരും ചേർന്ന് പിടികൂടുന്നതും പിന്നീട് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതും. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യം. അത് ഇവിടെ നിന്നും പിടിച്ചുകൊണ്ടുവന്ന ആ ദൃശ്യമാണ്. ഇതിന് തൊട്ട് മുകളിലായാണ് ആ കെട്ടിടമുള്ളത്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ടോം. നേരത്തെ ടോം ചോദിച്ചതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇതിലൊന്നും ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കുന്നത് ഇയാളെ പിടികൂടുമ്പോൾ ഇയാളുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു എന്നാണ്. അതുകൂടാതെ ഇയാൾ രാവിലെ എങ്ങനെയാണ് ഈ സ്ഥലത്ത് നിന്നും എല്ലാവരെയും കണ്ണുവെട്ടിച്ച്, അതായത് ഒരു 9:30 കൂടിയാണ് ഇയാളെ ഇവിടെ നിന്നും ഒരാൾ കാണുന്നതും ഇയാൾ ഓടി ഈ സ്ഥലത്ത് മറിഞ്ഞിരിക്കുന്നതും. എങ്ങനെയാണ് ഇയാൾ 9 മണിക്ക് ഇയാൾ ഇവിടെ എത്തി? അത് നടന്നു വരികയാണ്. 5 കിലോമീറ്ററോളം മാത്രം വ്യത്യാസമാണ് ജയിലും ഈ സ്ഥലവുമായി ഉള്ളത്. ഇവിടുന്ന് 5 കിലോമീറ്ററാണ് ജയിലിലേക്കുള്ളത്. കൃത്യമായി ഇയാളെ ഇത്രയും അതീവ സുരക്ഷാ മേഖലയായ ഒരു ജയിലിനകത്ത്, ആ ജയിലിന് പുറത്ത് മറ്റൊരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടും കടന്നാണ് ഇയാൾ പുറത്തേക്ക് വന്നത്. ഒരുപാട് CCTV ദൃശ്യങ്ങൾ, CCTV ക്യാമറകളൊക്കെ ഉള്ള ഒരു ജയിലാണ്. ആ 24 മണിക്കൂറും നിരീക്ഷണം നടത്തേണ്ട ആ ക്യാമറകൾ എന്തുകൊണ്ട് ഇവർ രാത്രി പരിശോധിച്ചില്ല, രാത്രി അല്ലെങ്കിൽ നിരീക്ഷിച്ചില്ല? അതിനുശേഷം ഈ രാവിലെയാണ് 5 മണിയോടുകൂടിയാണ് ജയിലധികൃതർ ഈ വിവരം അറിയുന്നത്. നമുക്ക് ടോമയെ, ഇവിടെയുള്ള ആളുകൾ, ഇവരുടെ ഈ കിണറിൽ ഈ സമയത്തുണ്ടായ ആളുകൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇയാൾ ഉണ്ടായിരുന്നത് നിങ്ങൾ കാണുന്നത്? അത് ഞങ്ങൾ രാവിലെ ഫസ്റ്റ് ഈ മെസ്സേജ് കിട്ടിയ ഉടനെ പിന്നെ ഇവിടെ വന്ന് എല്ലാം പരിശോധിച്ചാണ്. കിണറും ഈ പരിസരം എല്ലാം പരിശോധിച്ചാണ്. ഇവിടെ അങ്ങനത്തെ ഒരു കണ്ടില്ല. കിണർ സാധാരണ പോലെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു മെസ്സേജ് കിട്ടി. പിന്നെ
ഇവന് ജാമ്യന ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ ആ സമയത്തായിരിക്കാൻ ഏതെങ്കിലും വഴി കിണറിൽ കയറ് പിടിച്ച് തൂങ്ങിയിട്ട് വെള്ളത്തിലുണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ വന്ന് തുറന്നു നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. നിങ്ങളാണ് ഇത് ആദ്യം കാണുന്നത്? അതെ, ഞാൻ ആദ്യം കണ്ടത്. മുകളിൽ നിന്ന് തലേക്ക് വന്ന് ഇതുവഴി എങ്ങനെ വന്നാന്ന് തോന്നി. പക്ഷെ ഇതുവഴി വരാൻ സാധ്യതയില്ല, കാരണം ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ഏതൊരു ഇത് കാണാം. അപ്പം അങ്ങനെ വന്ന് വെള്ളത്തിനകത്ത് വന്നു. അപ്പം ഞാൻ ഡോർ തുറക്കുന്ന സമയത്ത് വെള്ളത്തിൽ, അതായത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അത് രക്ഷപ്പെടും. തീർച്ചയായും രക്ഷപ്പെടും. കാരണം ഇവിടെ തുറക്കാൻ ആരും വരില്ല, കാരണം ഇത് ലോക്കാണ് ഈ ഡോറ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത് തുള്ളിക്കഴിഞ്ഞാൽ ഇതേ വഴിയുള്ളൂ. ഈ വഴിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പിടിക്കും. അപ്പോൾ അയാൾ കണ്ടൊരു തന്ത്രം. നിങ്ങൾക്ക് ഇയാൾ കാണുമ്പോൾ ഒരു ഗോവിന്ദച്ചാമിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അയാൾ രൂപ താടിയൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിന് മുമ്പ് വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ എല്ലാവരും പരിചയം നടത്തുന്നുണ്ടല്ലോ. പിന്നെ ഇയാളല്ലാണ്ട് ഇവിടെ നിൽക്കേണ്ട വേറെ ആരാള്, ആ ഒരു ഐഡിയ എനിക്കുണ്ട്. അതാണ് ടോമേ നിർണായകമായത്. ഇദ്ദേഹം ഈ കണ്ടെത്തിയ സംഭവം തന്നെയാണ്. ടോമേ, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സമയം, ഇയാളെ പിടികൂടുന്ന സമയം കൃത്യമായി ഇത് പ്രേക്ഷകരിലേക്ക് മുന്നിലെത്തിച്ച ക്യാമറമാൻ സുമേഷ് മൊറാഴയെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സുമേഷ് മൊറാഴ തന്നെ കുറച്ച് അനുഭവങ്ങൾ അതിൽ പറയും. സുമേഷ് മൊറാഴ ഒന്നിങ്ങോട്ട് വന്നാൽ. സുമേഷ്, ഇത് നമ്മൾ ആ സ്ഥലത്ത് നിൽക്കുന്നു, ആ സമയത്ത് കൃത്യമായി അതിൻ്റെ അകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു, ഇയാൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയും. നമ്മളെ തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്യാണ്. എങ്ങനെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്? തൊട്ട് മുന്നിൽ ഗോവിന്ദച്ചാമി. അതായത് ബൈജോട്ടാ, ഇത് പറയുന്നതിന് മുന്നേ ഈ വാർത്തയിൽ നിന്ന് നമ്മൾ ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്ര ഒരു വാർത്ത രാവിലെ ഇങ്ങനെ ശ്രദ്ധയിൽ വരികയും ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് എത്രത്തോളം നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി നമുക്കെന്തിനൊരു പ്രയാസം. അതായത് ഈ ജയിലിൻ്റെ ഉള്ളിൽ 10ാം ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. ഞാനതിൻ്റെ ഉള്ളിൽ കയറിയ ഒരാളാണ്. അത് നമ്മൾ ഇത്തരം പത്രസമ്മേളനം ആദ്യം ചോദിക്കാനായിരുന്നത് എങ്ങനെയാണ് ജയിലിനകത്ത് കയറി 10ാം ബ്ലോക്ക് അതിന്റെ പരിസരം? അതായത് 10ാം ബ്ലോക്ക് എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ പോലീസ് കാവലുള്ള സ്ഥലമാണ്. റിപ്പർ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു ബ്ലോക്കാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ബ്ലോക്കായിരുന്നു. അത്ര ഒരു സ്ഥലത്തുനിന്ന് ഈ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരാൾ അതുകൊണ്ട് ജയിൽ ചാടി എന്ന് പറയുന്നത് നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് എന്ന് പറയുന്നത് നമുക്കതിന് വിശ്വസിക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീട് അത് സ്ഥിരീകരിക്കുകയും ചെയ്യും. പിന്നീടാണ് നമുക്കതിൽ നിന്ന് ഒരു ഭയം ഇപ്പോഴും വിട്ടുമാറാത്ത രീതിയിലേക്ക് വരുന്നത്. നമ്മളതിൽ നേരെ ജയിലിലേക്ക് പോകുന്നു. അദ്ദേഹം ഈ തുള്ളിയ ആ സ്ഥലങ്ങൾ കാണുന്നു. അതിൻ്റെ ഈ ചരടും കയറും അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കണ്ടതാണ്. വിഷ്വൽ നമ്മൾ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ആ വിഷ്വൽ കാണിച്ചതാണ്. ഈ തൊട്ട് മുന്നിൽ ഗോവിന്ദച്ചാമി നമ്മൾ ആ തത്സമയം കൊടുത്താണ്. സുമേഷ് ആ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ തൊട്ട് പുറകിലല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് തോന്നി? അതായത് ഇദ്ദേഹം നമ്മളതൊരു തുറച്ച് നോക്കുന്ന ഒരു ഫീലായിരുന്നു നമുക്ക് തോന്നുന്നത്. അതായത് നമുക്കൊരു ഭയം, അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഭയം. ഇയാൾ ഒരു കൊലയാളിയാണ്, ഇയാൾ രക്ഷപ്പെടാനുള്ളത് എന്തോ അയാൾ ചെയ്തേക്കാം, ആ സമയത്ത് ചെയ്തേക്കാം. പോലീസ് പല ഭാഗത്തും ഇദ്ദേഹത്തെ എറിയുന്നു, നാട്ടിൽ ഉൾപ്പെടെ എറിയുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് ഈ കിണറിൽ ഇയാളെ കാണപ്പെടുകയും പിന്നീട് എന്താ നമുക്കറിയാലോ, അത്ര ഒരു ജയിൽ പുള്ളി, ഇത്ര രീതിയിൽ ഒരു സാഹസികമായി ചെയ്ത ഒരു ജയിൽ പുള്ളി, അത് എന്ത് ചെയ്യാം, രക്ഷപ്പെടുന്നതിന് അവിടെ എന്ത് ചെയ്യാം. ഒരു ക്യാമറമാനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളത് തൊട്ടടുത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടായ പ്രയാസം, പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ ക്യാമറമാൻ എന്നുള്ള അതിൻ്റെ ഡ്യൂട്ടി ഉൾപ്പെടെ വരുമ്പോൾ നമ്മളത് പ്രേക്ഷകരിൽ അതിൻ്റെ ആ നല്ല രീതിയിലുള്ള വിഷ്വൽ ഉൾപ്പെടെ കാണിച്ച് പ്രേക്ഷകരിൽ അതിന് ഗൗരവം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്തത്. എന്തായാലും ടോമെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം സുമേഷ് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഞെട്ടൽ നമുക്കും ഇപ്പോൾ ഉണ്ട്. ഏതായാലും നമുക്ക് ആ മതിൽ, അതായത് സെൻട്രൽ ജയിലിലെ മതിൽ കൂടി സൂചിപ്പിച്ചതുപോലെ